അപ്പോൾ കോഴിക്കോട് പടിഞ്ഞാറ്റുമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ, ഈ മൂട്ടോളി പടിഞ്ഞാറ്റുമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാണുന്ന ഒരു വീടും സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മുന്നിൽ നമുക്ക് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട്. ആ കാണുന്ന തെങ്ങ് മുറിക്കും കേട്ടോ. എന്താ വെച്ചാൽ താഴത്തെ വീടിന് അതൊരു ഭീഷണിയായി തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ആ തെങ്ങ് മുറിച്ച് ഒഴിവാക്കും. ആ സൈഡിലുള്ള കുറച്ച് മരങ്ങളൊക്കെ ഒഴിവാക്കും കേട്ടോ. ഈ കാണുന്ന പ്ലാവ് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ മുന്നിൽ നമുക്ക് അവിടെ കാണുന്ന തെങ്ങൊക്കെ അവിടെ ഉണ്ടാവും. മുന്നിൽ എത്ര സ്പേസാണുള്ളത്. ആ കാണുന്ന കോൺക്രീറ്റ് റോഡ് അവിടെ കണ്ടില്ലേ, അവിടെ തൊട്ടിട്ട് ഈ കാണുന്ന ഇതുവരെ ഫുള്ള് കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. നമുക്ക് ആ ഒരു ഭാഗം പൊളിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നമുക്ക് ഒരു 2-3 ലോറി നിർത്തിയുള്ള സ്പേസ് മുൻവശത്തുണ്ട്. നമ്മളെ വീട് ഈ കാണുന്ന മാതിരി ചെറിയൊരു ഓടിട്ട വീടാണ്. ഇതേമാതിരിയുള്ള ഒരു ഓടിട്ട വീടാണ്. നമ്മളെ താഴത്തെ വീടുണ്ടല്ലോ, ഇതുപോലത്തെ ഒരു വീടാണ്. ഇത് ഫുള്ള് വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ നമുക്ക് വീടൊന്ന് ഫുള്ള് പണിയെടുത്ത് ക്ലിയറാക്കി റെഡിയാക്കാനുണ്ട്. താഴത്തെ വീട്ടിൽ നമുക്ക് കിണർ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ വീട്ടിൽ കോൽക്കിണറാണ്. അത് ഇതിൻ്റെ താഴെ ഭാഗത്ത് ബാക്ക് ഭാഗത്താണ് കുഴൽക്കിണറുള്ളത്. കിണർ വെച്ചാൽ വെള്ളം കിട്ടുമെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കിണർ കാണിച്ചത്. നിങ്ങൾക്ക് ഇവിടെ കിണർ വെച്ചാൽ വെള്ളം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിലൊക്കെ വീടുകളുണ്ട്. ഇതിൻ്റെ ബാക്കിൽ വീടുണ്ട്, ഇവിടെ വീടുണ്ട്, താഴത്തെ വീടൊക്കെ വീടുകളുണ്ട് കേട്ടോ. ചുറ്റുപാടൊക്കെ വീടുകളുള്ള ഏരിയയാണ്. വീടിൻ്റെ ഉൾവശം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചെറിയ ഓട്ട വീടാണ്. അപ്പോൾ നിങ്ങൾ ആ കണ്ടീഷനുള്ള കാര്യങ്ങൾ നോക്കണം. ഇത് ചെറിയൊരു റൂമ് വരില്ല കേട്ടോ, നീളത്തിലുള്ള റൂമാണ്. നമ്മൾ നേരെ കയറി വരുമ്പം ഞാൻ മുന്നിലുള്ള ചെറിയ സിറ്റൗട്ടിലാണ് നിൽക്കുന്നത്. കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ റൂമുണ്ട്. പണ്ടത്തെ റൂമൊക്കെ ചെറിയ റൂമാണെന്നുള്ള അറിയാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ റൂമുണ്ട്. അതുപോലെ തന്നെ ഇത് അടുക്കളയാണ്. ഇങ്ങനെ പോയിട്ട് എൽ ഷേപ്പിലാണ് അടുക്കള ഉള്ളത്. ബാക്കിൽ ഒരു ബാത്റൂമും അതുപോലെ തന്നെ ഒരു അടുക്കള വേറെ രീതിയിൽ അടുക്കള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അത്രയും സ്പേസ് കാര്യങ്ങളാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് ഭാഗം ഞാൻ ഒന്ന് കാണിച്ചു തരാം. മുന്നിൽ നമ്മൾ കാണുന്ന ഇടവഴിക്കൂടെയാണ് ഇപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുവച്ചത്. മുന്നിൽ നമുക്ക് റോഡാട്ടോ, അത്രയും ഫ്രണ്ടേജ് റോഡാണ്. നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കാം, വൃത്തിയാക്കി എടുക്കാം. ഈ വീട് പൊളിച്ച് ഒഴിവാക്കാൻ ഇല്ലാണ്ടെങ്കിൽ ഈ വീട് നമ്മളിപ്പോൾ കാണുന്ന വീട് ഒന്നുകൂടി വൃത്തിയാക്കി കൊടുക്കാം. കാരണം ഇപ്പോൾ ഇതിൽ ഡോറ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഡോറ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അങ്ങനെ വൃത്തിയായിട്ട് കൊടുക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരും. ഇതിപ്പം വീടിൻ്റെ പുറകുവശം കേട്ടോ. ആ കാണുന്ന പുറത്തൊരു ബാത്റൂം, 2 ബാത്റൂമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു കിച്ചണിൻ്റെ സ്പേസും ഉണ്ട് കേട്ടോ. ഈ കാണുന്ന രീതിയിൽ ഇത്രയും സ്പേസാണുള്ളത്. അതുപോലെ തന്നെ ബാക്കിലൊക്കെ സ്പേസ് കാണുന്നുണ്ട്. ഇങ്ങനെയാണ്. ഇതിപ്പോൾ വീടിൻ്റെ വലതുവശത്താണ്. ഇതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം മൊത്തത്തിലൊരു ഓവർവ്യൂ വരുന്നത്. ഈ സൈഡ് ഭാഗത്തൂടെ ഇങ്ങനെ കെട്ടിയിട്ട് ആ തറ്റം വരെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ആ തറ്റം വരെ വരുന്നുണ്ട്. മൊത്തം 8.5 സെൻറ്റ് സ്ഥലം ഓടിട്ട വീടാണ്. വീട് ഞാൻ കാണിച്ചു തരാം. അവിടെ മഴയായിട്ട് ഞാൻ വീട്ടിൽ കയറി കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. 8 സെൻറ്റ് സ്ഥലം വീടാണ്. ചോദിക്കുന്നത് ഈ കണ്ടീഷനിലാണെങ്കിൽ വില ചോദിക്കുന്നത് 22 ലക്ഷം രൂപയാണ്. ഇനി അതല്ല ഫുൾ പണി നമ്മൾ വൃത്തിയാക്കി തന്നിട്ടാണ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തരും എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് ഒരാൾക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 24 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും പ്രൈസ് നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനൊന്ന് വീടിൻ്റെ ഒരു മുൻഭാഗം ഞാൻ വേണം കാണിച്ചു തരാം. ഒരു മിനിറ്റ്. മുന്നിൽ നമുക്ക് ആ സൈഡിൽ കൂടെ ആ തെറ്റം വരെ സ്ഥലം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് ആണെന്ന് കാണിച്ചു തരാം. അതൊരു തേങ്ങ വന്നിട്ട് ഞാൻ പേടിച്ചിരിക്കും. കണ്ടില്ലേ, ഇതാണ് നമ്മളെ വീട്. എൻ്റെ ഫോണ് നനഞ്ഞ പ്രശ്നമാണ്. ബാക്കിലൊക്കെ ഉണ്ട് ഫുള്ള് വീടുകളുണ്ട്. അത് ഇവിടെ കാണുന്ന വീടുകളുണ്ട്. അവിടെ ഒരു കാർ വിട്ടിട്ട് കണ്ടില്ലേ. ഇതാണ് കേട്ടോ വീട്. ഈ കാണുന്ന കണ്ടോ, മുന്നിലാണ് ഈ മരങ്ങളൊക്കെ ഇതിൽപ്പെടും. ഇതിൽ ഈ സൈഡിലുള്ള മരമൊക്കെ വെട്ടും. ഈ പ്ലാവ് ഇവിടെ ഉണ്ടാവും. ഈ കാണുന്ന മരമൊക്കെ ഉണ്ട്. ആ തെറ്റത്തേക്കുള്ളൊക്കെ വെട്ടിക്കണം. കാരണം ആ വീടിന് ഒരു ഭീഷണിയായി നിൽക്കുന്നതുകൊണ്ട് ഇതുപോലെ ഓട്ട വീടാട്ടോ. ഇപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചോളി.